ശരിക്കും വലിയൊരു റവല്യൂഷന്റെ പാർട്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ കോഴിക്കോട് വീണ്ടും ഫുഡിന്റെ മാപ്പിൽ കാലിക്കറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, കൾച്ചറിന്റെ മാപ്പിൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷന്റെ മാപ്പിലും വലിയ പ്രാധാന്യമുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സൗത്ത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് കാണുന്നത്? ഡെഫിനറ്റ്ലി കാലിക്കറ്റിന്റെ ഒന്ന് ഹെറിറ്റേജ് ഫാക്ടറികൾ വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാലിക്കറ്റിൽ. എൻ്റെ കാലിക്കറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മലബാർ റീജിയൻ മൊത്തം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെട്ട പല എമിനൻ്റായ ആളുകൾ, പേഴ്സണാലിറ്റീസും കാലിക്കറ്റിൽ നിന്നാണ് വളർന്നു വന്നതും ഇവിടുത്തെ ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ റീസെൻ്റ്ലി അതൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ദ ഇൻഡിപെൻഡൻസ് ആ ടൈമിൽ. അതിനുശേഷം വീണ്ടും അത് എംപവേർഡായി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റയറായിട്ട് അവൈലബിൾ ആയ IIMs എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ റാങ്ക് IIM കോഴിക്കോടിനാണ്. NIT കാലിക്കറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു മെഡിക്കൽ കോളേജായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് പക്ഷേ മെഡിക്കൽ മേഖലയിൽ അതിൻ്റെ അവിടെ ഉള്ള കോഴ്സുകൾക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനും ഭയങ്കരമായ പ്രാതിനിധ്യമുണ്ട്. അവിടുത്തെ അലുമിനികൾക്ക് ഭയങ്കരമായ പരിഗണനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ മേഖലയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെഫിനറ്റ്ലി അതിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നവരാണ്. നമ്മൾ മോഡേൺ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ CA സെൻറ്ററുകളിലെ ഏറ്റവും ടോപ്പ് കമ്പനീസ് എല്ലാം വന്ന് ലാൻഡ് ചെയ്ത് ഇവിടുന്നാണ് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ കേരള പോകുന്നത്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കണം മെഡിക്കൽ എൻട്രൻസ് പോലത്തെ സംഗതികൾ, കോച്ചിങ് സെൻറ്റർ. ഒരു സമയത്ത് കോട്ട എന്നൊക്കെ പറഞ്ഞ് ആളുകൾ രാജസ്ഥാനിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പകരം കോഴിക്കോട് ബേസ് ചെയ്ത് വരുന്നു. ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കോഴിക്കോടേക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററുകൾ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഓൾറെഡി കാലിക്കറ്റിന് അതിനൊരു എൻട്രി ഉണ്ട്. കാരണം അതൊരു പ്രൂവണാണ്. ഇപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എഡ്യൂക്കേഷൻ സിറ്റികൾ ഡെവലപ്പ് ചെയ്തിട്ട് വേൾഡ് എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, പുതിയ ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ റൂളൊക്കെ വരുന്ന സമയത്ത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് സെൻറ്ററുകൾ കൊണ്ടുവരിക, ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ആയിട്ടുള്ള MOUകൾ ചെയ്തിട്ട് അവരുമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ, പിന്നെ സ്റ്റുഡൻറ് എക്സ്ചേഞ്ചുകൾ ചെയ്യുക, ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ. അത് വലിയ ശതമാനം UGCയുടെയും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റ്സിൻ്റെയും ഒക്കെ നിയന്ത്രണങ്ങളോട് അതിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വേൾഡിലുള്ള ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ കോഴിക്കോട് പോലത്തെ സ്ഥലത്ത് അവൈലബിൾ ആക്കാൻ പറ്റും. രണ്ടാമത് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ ഈ മൈഗ്രേഷൻ ബേസ്ഡ് പോപ്പുലേഷനാണ് ഈ മലബാറിലുള്ളത്, മലബാർ റീജിയൻ്റെ മൊത്തം. അപ്പോൾ ഈ മൈഗ്രേഷൻ ബേസ്ഡ് പോപ്പുലേഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത് അതിന് ജോലി കേരളത്തിൽ കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മൾ പിന്നെ തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ PSC അംഗീകരിക്കാത്ത ഒരു കോഴ്സിനും ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അപ്രോച്ച് ചെയ്യൂല. ഇവിടെ ആരും PSC എഴുതുന്നവർ തന്നെ എത്ര ശതമാനമുണ്ട്? ഇവർ മിക്കവാറും ഉദാഹരണത്തിന് നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ നല്ലൊരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിന് പറ്റിയൊരു ട്രെയിനിങ് ഇവിടെ കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി ആ കോഴ്സിന് നിങ്ങൾക്ക് ആളെ കിട്ടും. അതിന് പേ ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഈ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്ക് തിരിച്ച് നാട്ടിൽ വന്ന് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ചെയ്തിട്ട് പോവാൻ, ഉദാഹരണത്തിന് ഡിഗ്രി കഴിഞ്ഞ് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവർ നല്ല പൊസിഷനിൽ എത്തുന്നുണ്ട്. അവർക്കിപ്പോൾ അവിടെ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ തുടരുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ദുബായിലാണെങ്കിലും ശരി, യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും ശരി, ഇപ്പോൾ സൗദിയിലാണെങ്കിലും ശരി, അവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. രണ്ടാമത്തെ അവൈലബിലിറ്റി ഭയങ്കര സ്കേഴ്സിറ്റി ഉണ്ട്. പകരം അവർ നാട്ടിൽ വന്ന് ഒരു 6 മന്തോ 1 ഇയറോ ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് PG ചെയ്ത് തിരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ ജോലി ഒരു പിന്നെ 30 to 40% മിനിമം അവരുടെ സാലറി ഹൈക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ ഇവിടെ എത്തും. ഇവിടെയുള്ള എഡ്യൂക്കേഷന് ശരിക്കും ഗവൺമെന്റ് ഒന്ന് ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ സംഭവം, ഹൈലൈറ്റിൻ്റെ സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 lakhs+ എഡ്യൂക്കേഷൻ ടവർ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശരിക്കും വലിയൊരു റവല്യൂഷന്റെ പാർട്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ കോഴിക്കോട് വീണ്ടും ഫുഡിന്റെ മാപ്പിൽ കാലിക്കറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, കൾച്ചറിന്റെ മാപ്പിൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷന്റെ മാപ്പിലും വലിയ പ്രാധാന്യമുണ്ട്. അതിന് നമുക്ക് പറ്റിപ്പോകുന്ന ചെറിയ പ്രശ്നം, ഇപ്പോൾ RIC പോലത്തെ കോളേജുകൾ NITയിലേക്ക് മാറിയത് കൊണ്ട് ശരിക്കും കോഴിക്കോടിനൊക്കെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. കാരണം NIT പ്രൊജക്ട് കോഴിക്കോടിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് പുതിയൊരു സംഭവം ആക്കേണ്ടിയിരുന്നു. RIC കാരണം അത്രയും എനിക്ക് തോന്നുന്നത് നമ്മൾ GCCയിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ RICയിലെ അന്നത്തെ സ്റ്റുഡൻസ് ഇന്ന് വലിയ വലിയ സയന്റിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് ലോകത്തുണ്ട്. പക്ഷേ അത് NIT ആക്കുമ്പോൾ ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ലോസാണ് വന്നത്. കാരണം അതുപോലത്തെ ഒരു RIC പോലത്തെ ഒരു സ്ഥാപനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതിനെല്ലാം റീഗെയിൻ ചെയ്യണം, തിരിച്ചു പിടിക്കണം.
രണ്ട് എയിംസ് വരികയാണെങ്കിൽ കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും നല്ല സാധ്യതയുള്ള സ്ഥലം എന്നുള്ളത് ഇവൻ നമ്മുടെ മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും അടക്കം എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സാധ്യതകളെ ഇത്രയും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, വൺസ് സംതിങ് കോഴിക്കോട് എയർപോർട്ട് വരുന്നത് മലപ്പുറം. ഇത് ഒരു ജില്ലാ ബേസിലല്ല. കോഴിക്കോട് എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ വയനാട് മുതൽ ടു പാലക്കാടിന്റെ ഒരു ഏരിയ വരെയുള്ള ഒരു റീജിയനാണത്. ആ റീജിയനിന്റെ എവിടെ വരുന്നതും ശരിക്കും ഇന്റർ കണക്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റിയും വലിയ സാധ്യതയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് കോഴിക്കോട് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് പൊസിഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും റീഅസസ്മെന്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. റീസെന്റ് ഞങ്ങൾ പല സ്ഥാപനങ്ങളിലും ഇതേപോലെ അവിടുത്തെ ഇന്നോവേഷൻ ലെവലിൽ അവരുടെ ടോപ്പ് ലെവൽ പ്രിൻസിപ്പൽസ് അതുപോലത്തെ ആളുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വൈസറി ലെവലിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറയുന്ന ഒരു സംഗതി, നമ്മൾ ഇവിടെ സ്ഥാപനങ്ങളുടെ പൊസിഷനിങ്ങിൽ ഇപ്പം ദേവഗിരി, ഫറൂഖ് കോളേജ്, പ്രൊവിഡൻസ് പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനങ്ങളും ഡെഫിനറ്റ്ലി അവർ ഇരുന്ന് അവരുടെ റീപൊസിഷനിങ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. ഇനിയും ഈ സ്ഥാപനങ്ങൾ ഇതുപോലെ പോയിട്ട് കാര്യമില്ല. കാരണം 100% മുകളിൽ മാർക്കുള്ള കുട്ടികളാണ് നമ്മളെ പ്രൊമിനന്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ അവർ പഠിക്കുന്ന സിലബസ് സാധാരണ ഓപ്പൺ സിലബസ് പഠിപ്പിക്കുന്ന സെയിം സിലബസ് ആണ്. ശരിക്കും 4 ഇയർ ഒക്കെ ഇവർ പഠിക്കുന്ന സമയത്ത് ഇവർ അത്രയും വലിയ പൊട്ടൻഷ്യലാണ്. 4 ഇയർ കഴിഞ്ഞ ഒരു കുട്ടി പിന്നെ PG പോലും ചെയ്യേണ്ട കാര്യമില്ല. അവർ നേരെ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ള അതിന് മാത്രം കേപ്പബിലിറ്റി ഉള്ള കുട്ടികളാണ്. അവരെ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അവരുടെ കേപ്പബിലിറ്റി ചെറുതാക്കുകയാണോ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അത് എൻ്റെ മാത്രം ഒരു ഗവേഷണമല്ല, അവിടെയുള്ള ഫാക്കൽറ്റീസ് നമ്മളോട് പറയുന്ന സംഭവമാണ്. കാരണം അവരൊക്കെ IIMs ഒക്കെ ചെയ്യുന്ന പോലത്തെ ശക്തമായ ഓറിയന്റേഷൻസ് കൊടുത്ത് അവരിപ്പം പഠിക്കുന്ന 4 വർഷം കൊണ്ട് പഠിക്കുന്ന സംഭവം ശരിക്കും അവരുടെ റിക്വയർഡ് ആയ സമയത്തിന്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് അവർക്ക് അതിന്, കാരണം ഇത്രയും വലിയ കാംബ്രിഡ്ജിൽ അഡ്മിഷൻ ചെയ്യാൻ പോലും കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അവർക്ക് വേണ്ടി ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്രയും വലിയ വാസ്റ്റ് ലാൻഡ് ഏരിയ, അതേപോലെ തന്നെ വലിയ ഫാക്കൽറ്റീസിന്റെ കോസ്റ്റ്, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഒക്കെ ഗവൺമെന്റ് ചെലവാക്കുന്നുണ്ട്. ആ ചെലവാക്കുന്ന ഇതിന് പകരം അത്രമാത്രം വലിയ ലീഡർഷിപ്പിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിലും ശരിക്കും നമ്മളൊരു ഇടപെടൽ നടത്തിയാൽ, കാരണം ഇന്നത്തെ എഡ്യൂക്കേഷനാണ് നാളത്തെ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റ് തലത്തിലും ആസ് എ സൊസൈറ്റിയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കാലിക്കറ്റിന്റെ ആ പൊസിഷൻ തീർച്ചയായിട്ടും റീഗെയിൻ ചെയ്യാൻ പറ്റും, അത് റീപൊസിഷൻ ചെയ്യാൻ പറ്റും. അത് വലിയ സാധ്യതകളും, ഉദാഹരണത്തിന് നമുക്ക് NIT IIM ഉള്ള സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി എയിംസും കൂടെ കോഴിക്കോട് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ ഒരു നല്ലൊരു കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും കോഴിക്കോട് സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സംഗതിയും.